എല്ലാവർക്കും നമസ്കാരം. ഡിഗ്രിക്കാർക്കുള്ള ഒരു സുവർണ അവസരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് പ്രൊബേഷണറി ഓഫീസറുടെ യഥേഷ്ടം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്താക്കിയത്. അത് ഇന്ത്യൻ സിനാരിയോയിൽ ഇന്ത്യയുടെ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് ദൈവത്തിന് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നപ്പോൾ വളരെ ഗംഭീരമായി പിടിച്ചു നിന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്കിങ് മേലുണ്ടായിരുന്ന വളർച്ച അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വളർച്ച തന്നെയായിരുന്നു. ഒരുപാട് പേർക്ക് അവർക്ക് കരിയർ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസറിൻ്റെ 600 കൂടുതൽ ഒഴിവുകളൊക്കെയാണ് കാൾ ഫോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. ഞാൻ ഈ ചാനലിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയുമുള്ള സർക്കാർ ഇതര ജോലികളുടെ നോട്ടിഫിക്കേഷൻ അത് അപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുള്ളൂ. അതുകൂടാതെ പുതിയ കോഴ്സുകളെ കുറിച്ച്, അതിൻ്റെ അഡ്മിഷനെ കുറിച്ച്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് അന്നന്ന് തന്നെ കിട്ടുന്നതിന് ഒന്ന് ജസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസറുടെ 600 കൂടുതൽ ഒഴിവുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 16/1/2025 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ്. 750 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അവർക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഏത് ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ പറഞ്ഞ പ്രൊബേഷണറി ഓഫീസർ. പക്ഷേ അതിന് ഒരു 4 ഘട്ടത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതും കൂടി നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ പ്രിലിംസിൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാകും. അത് നടക്കുന്നത് ഏതാണ്ട് മാർച്ച് 2025 ആ സമയത്താണ് നടക്കുന്നത്. പിന്നെ മെയിനിൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാകും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അത് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുണ്ട്, ഫേസ് 3 എന്നുള്ളതുണ്ടാവും. മെയ് ജൂൺ എന്നുള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ. ആ രൂപത്തിലാണ് നിങ്ങളുടെ എൻട്രി അല്ലെങ്കിൽ അഡ്മിഷൻ പൂർത്തിയാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിനിങ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. വയസ്സ് എന്നുള്ളത് 21-ൻ്റെയും 30-ൻ്റെയും ഇടയിലാണ്. 1/4/2024 വെച്ചിട്ടാണ് വയസ്സ് കണക്കാക്കുന്നത്. 21-ൻ്റെയും 30-ൻ്റെയും ഇടയിൽ പ്രായമുള്ള ഡിഗ്രി ഹോൾഡറായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വൈകല്യമുള്ളവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകളുണ്ട്. OBC ആണെങ്കിൽ 3 വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതിന് SC ST ആണെങ്കിൽ അവർക്ക് 5 വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പൂർത്തിയാവുന്നത്. ഒന്ന് അതിൻ്റെ പ്രിലിംസ് ആണ്, രണ്ടാമത്തത് അതിൻ്റെ മെയിൻ എക്സാമിനേഷനാണ്, സൈക്കോമാറ്റിക് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റർവ്യൂ. ആ രൂപത്തിലാണ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സാമിനേഷന് ഈ കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും, അതായത് കാസർഗോഡ്, ഇടുക്കി, വയനാട് അങ്ങനെ ഒരു 3 ജില്ലകളിൽ മാത്രമാണ് ഇല്ലാത്തത്. ബാക്കി കേരളത്തിനകത്തുള്ള എല്ലാ ജില്ലകളിലും തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. അത് അതേ സമയത്ത് മെയിൻ്റെ ആണെങ്കിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അതിൻ്റെ എക്സാം സെൻറ്റർ ഉള്ളത് കൊടുത്ത് മനസ്സിലാക്കുക. അതായത് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി വായിച്ചു നോക്കേണ്ടതാണ്. അതായത് പ്രിലിം എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, റീസണിങ് തുടങ്ങിയുള്ള വിഷയങ്ങളുമായിട്ട് 1 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാകുക. അത് പാസ്സായി, അത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ എക്സാമിനേഷൻ ആയിരിക്കും റീസണിങ്, കമ്പ്യൂട്ടർ, ഡാറ്റ അനാലിസിസ്, ജനറൽ അവയർനെസ്, ജനറൽ റീസണിങ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ബാങ്കിങ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള 3 മണിക്കൂറിൻ്റെ ഒരു എക്സാമിനേഷൻ അതിനുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഏത് ഡിഗ്രി ആണെങ്കിൽ ശരി, ഈ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലവിലുള്ള കണ്ടീഷനുമായി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പഠിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഇത് നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാനോ കഴിയുന്നത്. അതിനപ്പുറത്തേക്കായിട്ട് ഏറ്റവും ക്വിക്കായിട്ട് നമ്മുടെ ആൻസറുകൾ എഴുതി ഫലിപ്പിക്കുന്നതിൽ, അതായത് അത് പുറത്താക്കുന്നതിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ കൂടി നമ്മളിതൊരു ദിവസം കുറേ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുകയും വളരെ സ്പീഡിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യേണ്ടത്. ഇതിലെല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുമാത്രം പോരാ, അതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാണ്. അടുത്തുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറയുകയും കൂടി ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 14,000-ഓളം വേക്കൻസികളുള്ള ക്ലർക്കിൻ്റെ വേക്കൻസികളായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ്.
അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണുക. അതിനും കൂടി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിനും ഡിഗ്രിയാണ് അതിൻ്റെ വേണ്ട യോഗ്യത എന്നുള്ളത്. അടുത്തൊരു വീഡിയോയിൽ ഒരു പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.